നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരണ്ണൻ യൂട്യൂബിൽ കയറി വന്നിരുന്നിട്ട് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ വിളിച്ചു പോകുന്നു. വേറെ ഒന്നല്ല, ഈ അണ്ണന് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചൊറിച്ചിൽ തുടങ്ങും. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിച്ചിൽ. ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ തലയിൽ തലച്ചോറാണെന്നുണ്ടെങ്കിൽ ഈ അണ്ണൻ്റെ തലയിൽ തലച്ചോറല്ല, പകരം ചാണകമാണ് നിറച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മതവിഭാഗത്തിലുള്ള ആളുകളെ കാണുമ്പോൾ ഈ അണ്ണന് വല്ലാത്ത ചൊറിച്ചിൽ. ഇത് ഇന്നലെ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല. ഈ അണ്ണന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ 100 എണ്ണത്തിൽ 80 എണ്ണവും ഇത്തരത്തിൽ മതപരമായിട്ടുള്ള വീഡിയോസാണ് കാണാൻ സാധിക്കുക. അതവിടെ കിടക്കട്ടെ, വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ശിരൂർ അപകടത്തിൽപ്പെട്ട അർജുൻ, ഈ അർജുൻ്റെ കുടുംബവും മനാഫും തമ്മിൽ ഒരു പ്രശ്നം കുറച്ച് ദിവസങ്ങളിലായിട്ട് നടക്കുകയുണ്ടായി. അപ്പോൾ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ മേൽ നിരവധി ആളുകളാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമുകളുണ്ട്. എന്നാൽ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുസ്ലിം ആയതുകൊണ്ട് ഈ അണ്ണന് പിടിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തലച്ചോറിന് പകരം ചാണകം നിറച്ചാലുള്ള പ്രശ്നം. അത് തന്നെയാണ് അദ്ദേഹത്തിന്. മനാഫ് എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത ചൊറിച്ചിൽ. ചൊറിഞ്ഞ് അണ്ണനങ്ങ് കയറിപ്പോവാണ്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, കുട്ടികളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളൊക്കെ അകറ്റി നിർത്തിയിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക, കേൾക്കുക. അത്തരത്തിൽ മതം വിഷം തുപ്പുന്ന ഒരു മനുഷ്യൻ. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. നോക്കൂ, ഈ ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല, പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ, സുഡാപ്പികളാണെങ്കിൽ, ജിഹാദികളാണെങ്കിൽ, മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക, ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വലയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ ജ്വലിച്ചു നിൽക്കുന്നത്. ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട്, പണ്ട് നമ്മുടെ തുവൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടേയിട്ടില്ലേ, അതുപോലെ കൊണ്ടേയിടണം എന്ന് തോന്നുക. താങ്കളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ്. താങ്കളെ എടുത്തിട്ട് ആ പറയുന്ന പൊട്ടക്കിണറ്റിൽ കൊണ്ടിടാൻ എനിക്ക് തോന്നിയത്. ഇത്തരത്തിൽ മതം വിഷം തുപ്പുന്ന താങ്കളെ പൊട്ടക്കിണറ്റിൽ എടുത്തിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്കൾ ഈ പറയുന്ന ഹിന്ദുക്കളിലെ കിളവന്മാരും കിളവികളും തേങ്ങയും മാങ്ങി ആരും കേൾക്കണ്ട. താൻ ഭയങ്കര യൗവനമാണല്ലോ, യൗവനം തുളുമ്പുന്നൊരു മനുഷ്യനാണല്ലോ. തൻ്റെ നാക്കിൽ നിന്നും വരുന്നതോ വലിയ മതവിഷം തുളുമ്പുന്ന വാക്കുകളും. തന്നെ എടുത്താണ് ആദ്യം പൊട്ടക്കിണറ്റിൽ കൊണ്ടുവരേണ്ടത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണാടി നോക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ്. എന്തായാലും ഞാനിതൊക്കെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ. മനാഫിന്റെ കുടുംബത്ത് കയറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു. എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു, എന്താണ് അവനെ പറയാ, അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ്. കാരണം എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡാഷ്മോനെ വിളിക്കേണ്ടത്. പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ്. കാരണം അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം മനാഫ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ പേരാണ്, പേരും അദ്ദേഹത്തിൻ്റെ ജാതിയും. ഈ ഒരു മനുഷ്യനെ എന്താ പറയുക, ആ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മതവിഭാഗങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ ചൊറിച്ചിൽ തുടങ്ങും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ വാർത്തയും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. യൂട്യൂബ് ചാനലിലൂടെ മതവിദ്വേഷം പ്രചരിപ്പിച്ചയാളെ പോലീസ് പിടികൂടി. ബൈജു പൂക്കോട്ടും പാടത്തെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണയിൽ മുസ്ലിം യുവാവ് വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തിയതിനെതിരെയാണ് ഓൺലൈൻ ചാനലിലൂടെ ഇയാൾ വർഗീയമായി ചിത്രീകരിച്ചത്. പെരിന്തൽമണ്ണയിലെ ആര്യ ഹോട്ടലിനും ഉടമ അബ്ദുറഹ്മാനുമെതിരെ യൂട്യൂബിൽ വിദ്വേഷ പ്രചരണം നടത്തിയ കേസിലാണ് അറസ്റ്റ്.
പൂക്കോട്ടുംപാടം സ്വദേശിയായ ബൈജുവിനെ പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാണക്യ ന്യൂസിലൂടെയാണ് ഇയാൾ പ്രചാരണം നടത്തിയത്. പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് ബൈജു. പൊതുസ്ഥലത്ത് മദ്യപിക്കുക, ഗതാഗത തടസ്സം സൃഷ്ടിക്കുക, പട്ടികജാതി അതിക്രമം, മാനഭംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട്. മതസൗഹാർദ്ദം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം വിദ്വേഷ പ്രചാരണം നടത്തി എന്നതാണ് കേസ്. കേട്ടില്ലേ? ഒരു മുസ്ലിം യുവാവ് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയതിന് ഇദ്ദേഹത്തിന് തുടങ്ങി ചൊറിച്ചിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മതവിഭാഗത്തിനോട് തോന്നുന്ന ചൊറിച്ചിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഇനിയെങ്കിലും താങ്കളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുക. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ മതത്തിലുള്ള ആളുകളും നമ്മുടെ ഒപ്പം പഠിച്ചിരുന്നു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാവരും നമ്മുടെ കൂടെ പഠിച്ചിരുന്നു. നമ്മൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരുണ്ട്, ഒരേ ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരി തിന്നവരുണ്ട്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് മതമെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തെ വല്ലാതെ താഴ്ത്തിക്കെട്ടുന്നുണ്ട് ചില ആളുകൾ. അതാ പറയുന്നത്, തലയിലെ തലച്ചോറിന് പകരം ചാണകം നിറച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ വരും. പല ആളുകളെ കാണുമ്പോൾ പല ചിന്തകളും വരും. ഈ പറയുന്ന മനുഷ്യനെ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. നമ്മുടെ പിള്ളേരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് മനസ്സിൽ തന്നെ വെറുപ്പ് തോന്നും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇയാൾ വിളമ്പിക്കൊടുക്കുന്നത്. ഇയാളെ വായിൽ നിന്നും വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ പറയുകയുണ്ടായി, ഞാൻ സെൻസർ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം വെട്ടിത്തുറന്ന് പറയുമ്പോൾ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. നിരവധി ആളുകൾ കാണുന്നുണ്ട്, നിരവധി കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അവരുടെ മനസ്സിലേക്കൊക്കെ വിഷം കുത്തിക്കയറ്റാതിരിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ. താങ്കൾക്കൊരു പ്രശ്നത്തോട് പ്രതികരിക്കണമെങ്കിൽ പല രീതിയിലും പ്രതികരിക്കാം. ഇപ്പോൾ മനാഫ് അർജുൻ കുടുംബം വിഷയം എത്ര യൂട്യൂബർമാർ പ്രതികരിച്ചിരിക്കുന്നു. അതിൽ മതപരമായിട്ടല്ല പ്രതികരിച്ചിട്ടുള്ളത്, അല്ലാതെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ താങ്കൾ പറയുന്നത് മൊത്തം ഈ പറയുന്ന മതവിഭാഗത്തെ ചൊറിഞ്ഞുകൊണ്ടാണ്. മതം ഉൾപ്പെടുത്താതെ സംസാരിക്കുക, മതം ഉൾപ്പെടുത്താതെ കണ്ടൻറ്റ് സംസാരിച്ച് മുന്നോട്ട് പോവുക, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.